നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ, നടത്തറ, മാടക്കത്തറ കർഷക ചന്തകൾ പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ്, ഇന്ദിരാ മോഹനൻ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബസിലിക്കയിൽ ബദിരമൂക കുട്ടികൾക്ക് വിപുലമായ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സർക്കാർ സംരംഭിച്ച നെല്ലിന്റെ പണം ഓണത്തിന് കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ച് കർഷക കോൺഗ്രസ് സെപ്റ്റംബർ 2 11 മണിക്ക് നടത്തും. പൂമല പറമ്പായിൽ കോൺഗ്രസ് കമ്മിറ്റി 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂല കൃഷിഭവൻ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം വില നൽകി വാങ്ങുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് 10% വിലക്കുറവിലാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. നേന്ത്രക്കായ, പയർ, തക്കാളി, ചേന, ചേമ്പ് തുടങ്ങി വിവിധ തരം പച്ചക്കറികൾ കർഷക ചന്തയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, കൃഷി ഓഫീസർ നിമിഷ, ADC മെമ്പർ രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നാട്ടിലുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് വിലയേക്കാൾ നിന്ന് 10% കൂട്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷെ ഇവിടെ വിൽപ്പന ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്ന് 30% ഇളവോട് കൂടിയിട്ടാണ് നമ്മളിവിടെ പച്ചക്കറിയൊക്കെ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് വളരെ സഹായകരമായിട്ട് വളരെ തുച്ഛമായ പൈസയിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓണാഘോഷം ഒക്കെ പൊടിപൊടിക്കുന്നതോടൊപ്പം തന്നെ വിലക്കയറ്റം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു പിടി എന്നുള്ള രീതിയിൽ നമ്മുടെ സാധാരണ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം ചന്തകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ 2000 ചന്തകൾ ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം അധികരിച്ച് വരുന്ന സാധനങ്ങൾ, ഇവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ ഹോർട്ടികോർപ്പിൽ നിന്ന് നമ്മൾ മേടിച്ച് ഇവിടെ കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും കൊടുക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചന്ത എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൃശൂർ ബസിലിക്കയിൽ ബദിരമൂകരായ മക്കൾക്ക് വേണ്ടിയുള്ള വിപുലമായ സ്നേഹസംഗമം ജ്വലനം സംഘടിപ്പിച്ചു. പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്ന കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിലെ സന്ദേശം ഉൾക്കൊണ്ട് തൃശൂർ ബസിലിക്കയുടെ ശതാബ്ദി വർഷത്തിൽ ബദിരമൂകരായ മക്കൾക്ക് വേണ്ടിയുള്ള സ്നേഹസംഗമം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അർപ്പിച്ച ദിവ്യബലിയോടെ ആരംഭിച്ചു. ഈ സ്നേഹസംഗമത്തിൽ 300-ലധികം ബദിരമൂകരായ മക്കളും അവരുടെ മാതാപിതാക്കളുമാണ് പങ്കെടുത്തത്. ചടങ്ങിൽ ബസിലിക്ക റെക്ടർ റവറന്റ് ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സദസ്സിനെ കൺവീനർ എബി ചെറിയാൻ സ്വാഗതം പറഞ്ഞു. ഇത് 10ാം വർഷത്തെ സ്നേഹ ശുശ്രൂഷയാണ് തുടർച്ചയായി നടത്തപ്പെടുന്നത്. ഈ മക്കളുടെ ശാരീരികവും വൈകാരികവും ഭൗതികവുമായ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ പിന്തുണയ്ക്കുവാനുമുള്ള മാർഗങ്ങളെപ്പറ്റി വിദഗ്ധർ നയിച്ച സെമിനാറുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാർ ടോണി നീലങ്കാവിൽ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചു. സംവാദം നടത്തി ലോകത്തിന് ശാന്തി കൈവരിക്കുവാനും മനുഷ്യർ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും കൂടുതൽ ശ്രവിച്ച് കുറച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഊന്നിപ്പറഞ്ഞിട്ടുള്ളത്. ഈ വൈകല്യങ്ങളുണ്ടായിരുന്ന മക്കൾക്ക് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായി ശരിയായി ആശയവിനിമയം നടത്തുവാൻ കഴിയാതിരുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ കലഹങ്ങളും അസ്വസ്ഥതകളും നിത്യസംഭവങ്ങളായിരുന്നു. അതിനൊരു നല്ല പരിഹാരമാണ് ആ വിദഗ്ധരുടെ സേവനം അവർക്ക് പ്രദാനം ചെയ്തപ്പോൾ ഇവരുടെ കുടുംബങ്ങളിൽ ലഭ്യമായത്. ഇത്തരത്തിൽ ഒട്ടും തന്നെ ശ്രവണശക്തി ഇല്ലാത്ത ബദിരമുഖ സഹോദരങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു ദശകമായി എല്ലാ മാസത്തിലും 2ാം ശനിയാഴ്ചകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പള്ളിയിലും ഇല്ലാത്ത ഈ സ്നേഹ ശുശ്രൂഷയെ മാർ ടോണി നീലങ്കാവിൽ മുക്തകണ്ഠം പ്രശംസിച്ചു.
സന്നിധിയിൽ അഖില ചരാചരവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിന്റെ സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വീണ്ടും നിറയുന്നു മന്നവരവരുടെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. മാടക്കത്തറ പഞ്ചായത്ത് കൃഷിഭവൻ ഓണസമൃദ്ധി 2025 കർഷക ചന്ത പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷം വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ എന്നിവർക്കും അംഗങ്ങളായ MS ഷിനോഷ്, ജിൻസി ഷാജി, ജെയ്മി ജോർജ്, EV വിനീഷ്, സോഫി സോജൻ, തുളസി സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ഓണക്കാലത്ത് കൃഷിഭവൻ പരിധിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓഹരി വിപണി വഴി സംഭരിച്ച് വിതരണം ചെയ്യുക, പച്ചക്കറികൾക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുക, 30% വിലക്കുറവിൽ നൽകുക എന്നിവയാണ് ഓണക്കാല കർഷക ചന്തയുടെ ലക്ഷ്യം. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് ധർണ നടത്തുന്നു. കർഷകരുടെ പക്കൽ നിന്നും നെല്ല് സംഭരിച്ചിട്ട് 1 വർഷമായിട്ടും പണം നൽകുന്നില്ല. നെല്ല് സംഭരിച്ച വകയിൽ 345 കോടി രൂപ കർഷകർക്ക് കൊടുക്കുവാനുണ്ട്. ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഇല്ല. കർഷകർ ഓണത്തിന് പട്ടിണിയിലാകും. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകർ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ ജപ്തി നടപടികൾ മൂലം ആത്മഹത്യ ചെയ്യുന്നു. സർക്കാർ കർഷകരെ ദുരിതത്തിലാക്കി കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. നെല്ലിന്റെ പണം നൽകുന്നത് വായ്പയായിട്ടാണ്. അത് കർഷകരെ ദ്രോഹിക്കുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ആ നടപടി പിൻവലിക്കണം. നെല്ല് നൽകുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകുവാനുള്ള നടപടി വേണം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജൻ ധർണ ഉദ്ഘാടനം ചെയ്യും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷം വഹിക്കും. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, UDF മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ആശംസകൾ അർപ്പിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ സെക്രട്ടറിമാർ, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ രവി പോലുവളപ്പിൽ, KN ഗോവിന്ദൻകുട്ടി, ഷാജി ചിറ്റിലപ്പിള്ളി, AG ജ്യോതി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച 11 മണിക്ക് തൃശ്ശൂർ കളക്ടറേറ്റ് മുമ്പിൽ ധർണ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം കർഷകരുടെ കയ്യിൽ നിന്നും നെല്ല് സംഭരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് പണം കൊടുക്കുന്നില്ല. കർഷകരെല്ലാവരും വളരെ ദുരിതത്തിലാണ്. പണം കൃഷി ഇറക്കാൻ വേണ്ടി വായ്പ എടുത്തും അതുപോലെ തന്നെ പലിശയ്ക്ക് കടമെടുത്തും പിന്നെ പണ്ടം പണയപ്പെടുത്തിയൊക്കെയാണ് കർഷകർ കൃഷി ഇറക്കിയത്. പക്ഷേ ഈ പൈസ കിട്ടാത്ത മൂലം കർഷകർ
ഈ പൈസ കൊടുത്ത് കടം മേടിച്ചവർ വന്ന് ശല്യം ചെയ്തിട്ടും അതുപോലെ ബാങ്കുകാർ ജപ്തി നോട്ടീസ് വായിച്ചിട്ടും കർഷകരെ ആകെ ആത്മഹത്യയുടെ വക്കീലാണ്. പലരും ആത്മഹത്യ ചെയ്തു. കേരളത്തിലെ പല ജില്ലകളിലും ആത്മഹത്യ കണ്ടമാനം നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പണം ഓണത്തിന് കൊടുക്കുമെന്ന് 345 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് കൊടുക്കാനുള്ളതെന്ന് മന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ടും കർഷകർക്ക് പണം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓണത്തിന് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണ നടത്തുന്നത്. ഈ ധർണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് രാജറ്റാണ്. അതുപോലെ മുഖ്യ അധ്യക്ഷത വഹിക്കുന്നത് കർഷക ജില്ലാ പ്രസിഡന്റ് രവി പൂലോർപ്പിൽ. പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് UDFന്റെ ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ അവர்களാണ്. പിന്നെ UDFന്റെ മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാഷ്, അതുപോലെ മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, ജോസ് വള്ളൂർ എന്നിവർ ആശംസകൾ അർപ്പിക്കും. മറ്റു KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും കർഷക സംസ്ഥാന സെക്രട്ടറിമാര് എന്നിവർ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നതാണ്. 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിമത്രയിലെ കിടപ്പ് രോഗികളുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണത്തിനോടനുബന്ധിച്ച് പലവ്യഞ്ജന കിറ്റ് നൽകുന്നതിന്റെ വിതരണം കരിമത്ര മഹാത്മാ സ്ക്വയറിൽ DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, സന്തോഷ് എറക്കാട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുംകുളം, AA ബഷീർ, KC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. AB ആഷിഖ്, PJ ഷാരോൺ, AB സഞ്ജയ്, AT ബിജു, ഉഷ റപ്പായി, ബേബി അറക്കൽ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ഇത്തരത്തിൽ കിറ്റ് നൽകുന്നത് നമ്മൾ സാധാരണ പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്, ഓണമാകുമ്പോൾ കിറ്റുകളൊക്കെ കൊടുക്കാൻ പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ ആ കിറ്റും ഒക്കെ കാണുമ്പോൾ, ഈ കിറ്റ് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു അന്തരം നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഓണം സമൃദ്ധമായി ആഘോഷിക്കാനാകുന്ന എല്ലാ വീട്ടു സാധനങ്ങളും അതിനകത്ത് ആ കിറ്റിനകത്തുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും ഓണം സമത്വത്തിന്റെ ഓണമാണ്, സാഹോദര്യത്തിന്റെ ഓണമാണ്. ആ സമത്വവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ പോലെ, നമ്മുടെ വീടുകളിലെ പോലെ ഓണാഘോഷം നമ്മുടെ പരിസരത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന വീടുകളിലും ഓണം സമൃദ്ധമായി സന്തോഷത്തോടെ സമത്വത്തോടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി നമുക്ക് ആഘോഷിക്കണമെന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെയും ഈ സംഘത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത്. ഇത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള നടത്തറ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മൂർക്കനിക്കര കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ആദ്യ വിൽപ്പന നടത്തി. കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം വില നൽകി വാങ്ങുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് 30% വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അനില പീറ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ MS അശോക് കുമാർ, ജിനിത സുഭാഷ്, കൃഷി അസിസ്റ്റന്റ് അനു തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓണാഘോഷം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആഘോഷ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സിജു MJ ഓണ സന്ദേശം നൽകി. രാഹുൽ വാണിയംപാറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ AV സുദർശൻ, നൌഷാദ് NS, ഭാസ്കരൻ K മാധവൻ, MG രാജൻ, ജോണി അരിമ്പൂർ, മനോജ് KD, ബേബി പാലൊലിക്കൽ, ലിസി ജോൺസൺ, സഫിയ നിഷാദ്, സഫിയ ജമാൽ, ടിറ്റു തോമസ്, CV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 100-ലധികം പ്രവർത്തകർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും നൽകി. വിവിധതരം കലാപരിപാടികളും മത്സരങ്ങളും നടത്തി. ഇനിയൊരു ഇടവേള.
SRK Gold and Diamonds, Kalathot, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കുടുംബശ്രീ മാടക്കത്ര CDS ഓണവിപണനമേള പഞ്ചായത്ത് പരിസരത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സതി അജയൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, KP പ്രശാന്ത് തുടങ്ങിയവരും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. രണ്ടാമത്തെ ചന്ത ജനകീയ ഹോട്ടലിൽ വെച്ച് നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു മേളയാണ് നടത്തുന്നത്. അതിൽ മുൻകൈയെടുത്ത കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതാണ് ഇതിനുവേണ്ടി പ്രിയപ്പെട്ട അത്രയും കഴിയുമുള്ള വയസ്സ്, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ സതി, സെക്രട്ടറി, മറ്റ് ജനപ്രതിനിധികൾ, AIS അടക്കമുള്ള ഉദ്യോഗസ്ഥർ, മറ്റ് കുടുംബശ്രീ CDS അംഗങ്ങൾ. കേരളത്തിൽ ഓണത്തിൻ്റെ ആഘോഷം വളരെ നല്ല രീതിയിൽ വരവായിരിക്കും. ഇന്ന് തന്നെ ചന്ത ആരംഭിക്കുകയും കുടുംബശ്രീയുടെ ചന്ത തന്നെ ജനകീയ ഹോട്ടലിൽ നമുക്കിവിടെയാണ് തുടങ്ങിയത്. ഇപ്രാവശ്യം പൈസ ഇല്ല എന്ന് പറഞ്ഞ് കർഷകരാരും സാധനങ്ങൾ മേടിക്കാൻ വരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഗവൺമെൻറ് അത്ര നല്ല രീതിയിൽ തന്നെ എല്ലാ മേഖലകളിലും പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളിലിരിക്കുന്ന പെൻഷനർഹരായ ആളുകൾക്ക് മുഴുവൻ 2 മാസം പെൻഷൻ കൊടുത്ത് കൈ നിറഞ്ഞ പൈസ ഒരു വീട്ടിൽ 4 പെൻഷൻ മേടിക്കുന്നത് 3200 വെച്ച് പെൻഷൻ കൊടുക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണെങ്കിൽ 1000 രൂപ, 1200 രൂപയോളം അലവൻസ് കൊടുക്കുന്നു. ബാക്കി കിടക്കുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർക്കാണെങ്കിൽ 1250 രൂപ വെച്ച് ബോണസ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും പൈസ കയ്യേറ്റുള്ള, അതുപോലെ തന്നെ നീതി സ്റ്റോറ്, മാവേലി സ്റ്റോറ്, റേഷൻ കട വഴി നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ ചന്ത ഇവിടെ കൊണ്ടുവരുന്നത് ഇനിയും കൂടുതലായിട്ട് കൊണ്ടുവരാനുണ്ട്. ഇത് 4-5 മാസമായിട്ട് തുടർച്ചയായിട്ടുള്ള മഴയാണ്. എന്നിരുന്നാലും ആ മഴയിലും ഇത്രയും സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷം. നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ മോഡൽ സീരീസാണ്. അപ്പോൾ ഇവിടെ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചന്തയിൽ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാകട്ടെ. കാരണം കേരള സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു കരുതൽ അല്ലെങ്കിൽ ഈ ഒരു ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വ്യത്യസ്ത മേഖലയിലവർക്ക് അറിയപ്പെട്ടുള്ള ധനസഹായങ്ങൾ നൽകപ്പെട്ടുള്ള ഒരു കാലഘട്ടമാണ്. തന്നെ 1200 രൂപയാക്കി 1250 രൂപയാക്കി അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. അതുമാത്രമല്ല ഈ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക്, അതായത് വ്യക്തികളായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 2 തവണത്തെ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ 3200 രൂപ അവരുടെ വീട്ടിലേക്ക് എത്തുക. മാത്രമല്ല ഈ നാട്ടിനകത്തെ പട്ടികവർഗത്തിൽ പറ്റുള്ള ജനവിഭാഗത്തിന് മുതിർന്നവർക്ക് 1000 രൂപ വ്യത്യസ്തമായ രീതികളിൽ ആളുകളുടെ കയ്യിലേക്ക് ഈ തുക, അതായത് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണം എന്ന രീതിയിൽ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ കയ്യിലേക്ക് സംഖ്യ എത്തിക്കുന്ന രീതിയിലേക്ക് ഒരു കേരള സംസ്ഥാന സർക്കാർ ഒരു രാജ്യത്ത് തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അതിനോടനുബന്ധമായി തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിപണന മേളകൾ നമ്മുടെ നാട്ടിനകത്ത് ഓണം ചന്തകളായിട്ട് കുടുംബശ്രീ നടക്കുക, അതുപോലെ തന്നെ സപ്ലൈകോ ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നാട്ടിലെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വില കുറഞ്ഞ ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറി തുടങ്ങി കയറവ്, അങ്ങനത്തെ കായ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയ്യിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഒരു കരുതൽ എല്ലാ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാകും. അപ്പോൾ അതാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. ഈ ഓണം എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വിപണന ഒരു കാലഘട്ടം കൂടിയാണ്. സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികൾക്കകത്ത് ഇപ്പോൾ ഈ കുടുംബശ്രീ ഒരു മാതൃകാപരമായ രീതിയിൽ 2 സ്ഥലത്താണ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ 2 മേഖലകളിലായിട്ട് ഇത്തരം വിപണന മേള സംഘടിപ്പിച്ചിട്ട് ഈ മേള ജനങ്ങളുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തായിരിക്കുമെന്ന് നിർത്തുന്നു. ഓണത്തിന് വൈദ്യുത അലങ്കാര തിളക്കത്തിൽ പീച്ചി ഡാം. പീച്ചി DMCയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായി പീച്ചി ഡാമിന് ചുറ്റുമുള്ള വൈദ്യുത അലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് 12, 13 വാർഡ് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ, ബാബു തോമസ് തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. സെപ്റ്റംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിക്കും. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 5 നടക്കുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും ദീർഘനാൾ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന OS രവീന്ദ്രന്റെ 6ാം ചരമവാർഷികം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊങ്ങണങ്കാട് INTUC ഓഫീസിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് ഐ പ്രസിഡന്റ് VS പ്രദീപ് അധ്യക്ഷനായിരുന്നു. DCC മെമ്പർ അഡ്വക്കേറ്റ് S സജി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജോൺസൺ മല്ലിയത്ത്, സുധീർ KS, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധനിഷ് K ദാസ്, പഞ്ചായത്ത് മെമ്പർ ജിൻസി ഷാജി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോണി പുളിക്കൻ തുടങ്ങി മണ്ഡലം വാർഡ് ഭാരവാഹികൾ, നിരവധി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തിന് ഒരു കൈത്താങ്ങ്. പൂമല പറമ്പായിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. നീതിമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം 13ാം വാർഡ് പറമ്പായിൽ നവോദയ നഗറിൽ വെച്ച് നവോദയ നഗറിലെ മുഴുവൻ കുടുംബങ്ങൾക്കും, തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും, വാർഡിലെ അർഹതപ്പെട്ടവർക്കും 150 കുടുംബങ്ങൾക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് CT പോൾ അധ്യക്ഷം വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. KG റെജി, ജോജോ കുര്യൻ, PM സുരേന്ദ്രൻ, TC ഗിരീഷ്, PK ഷാജൻ, PR സുഭാഷ്, ലീലാമണി ശങ്കരൻ, PA തോമസ്, VS സജി, അനൂപ് സെബാസ്റ്റ്യൻ, TC വാസു, റോൺസ് റോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭിന്നശേഷി കൂട്ടായ്മയായ കരുതലിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തി ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി കമ്മിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ഭിന്നശേഷി കൂട്ടായ്മയായ കരുതലിന്റെ 1ാം വാർഷികാഘോഷം നടത്തി.
അഭിമന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ ഡിസബിലിറ്റി പേഴ്സൺ ഡോക്ടർ പി.ടി. ബാബുരാജ് നിർവഹിച്ചു. CMI DSS DC പ്രസിഡന്റ് ആൻഡ് ഡയറക്ടർ കൂടിയായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ, AMHA സ്ഥാപക ഡോക്ടർ P. ഭാനുമതി ടീച്ചർ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി കരുതൽ വിഷൻ 2025 അവതരിപ്പിച്ചു. ക്ലർജി സെക്രട്ടറിയും ചാരിറ്റി കമ്മിറ്റി പ്രസിഡന്റും കൂടിയായ ഫാദർ KR ഇനാശു സ്വാഗതവും വൈസ് ചെയർമാനും ചാരിറ്റി കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഗിഫ്റ്റിൻ ജോസഫ് നന്ദിയും അർപ്പിച്ചു. KPCC ആഹ്വാനപ്രകാരം ജനങ്ങൾക്ക് അപമാനപരമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിക്കുങ്കര മണ്ഡലം മണലിത്തറ 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു, മുതിർന്ന കോൺഗ്രസ് നേതാവ് മണലിത്തറ കടമാംകണ്ടം രാധാകൃഷ്ണൻ നായരുടെ വസതിയിൽ വെച്ച് നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് ബൈജു ഐനിക്കൽ, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കല്ലിയേൻ, നേതാക്കളായ ജോൺ ഉൽഹനാൻ, ഹംസക്ക, PJ ജോസഫ്, അനിൽകുമാർ പാറയ്ക്കൽ, ഹരി മനയങ്കത്ത്, സജി പരുംതാനി, തങ്കച്ചൻ, ഗീത പാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപതയിലെ മറ്റൊരു വേളാങ്കണ്ണി പള്ളിയായ കരുമത്ര പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ ജനന തിരുനാളിനെ രൂപത ചാൻസലർ റെവറൻ ഫാദർ ഡൊമിനിക് തലക്കോടൻ കൊടിയേറ്റുന്നു. വികാരി ഫാദർ മനോജ് കീഴിരുമുട്ടിക്കൽ, ജനറൽ കൺവീനർ സൈമൺ തേർമടം, കൈക്കാരന്മാരായ ഡേവിസ് തേർമടം, തോമസ് വടക്കൻ, ജോയൽ ക്രിസ്റ്റോ കണ്ണീറ്റുകടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. വീണ്ടും വാർത്തയിലേക്ക്. മാരക രാസലഹരിയായ MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായവർ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മാരക രാസലഹരിയായ 15.25 ഗ്രാം MDMA പിടിച്ചെടുത്തു. എറണാകുളം തൃക്കാക്കര മടത്തിപ്പറമ്പ് സ്വദേശി കൂട്ടയ്ക്കൽ വീട്ടിൽ മിബിൻ, എറണാകുളം കണ്ണയന്നൂർ പുന്നൂക്കര സ്വദേശി മാളിയേക്കൽ വീട്ടിൽ
മനു ഗോഡ്വിൻ തുടങ്ങിയവരിൽ നിന്നാണ് രാസലഹരി പിടിച്ചെടുത്തത്. തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മിബിൻ ചാലക്കുടി, എളമക്കര, കളമശ്ശേരി, തൃക്കാക്കര, പാലാരിവട്ടം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി കവർച്ച, സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തുക, മയക്കുമരുന്ന് ഉപയോഗം, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക, മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തക്ക വിധം വാഹനം ഓടിക്കുക, പൊതുസ്ഥലത്തെ പരസ്യ മദ്യപാനം എന്നിങ്ങനെയുള്ള 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മനു ഗോഡ്വിൻ കളമശ്ശേരി, ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മയക്കുമരുന്ന് വിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SIമാരായ പ്രദീപ്, വൈഷ്ണവ്, സുധീഷ്, ജെനിൻ, ലിജു, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ GSIമാരായ ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, ഷൈജൻ, GASIമാരായ സൂരജ്, സിൽജോ, റെജി, GS CPOമാരായ ബിജു, സോണി, CPOമാരായ ഷിൻഡോ, ശ്രീജിത്ത് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ലഹരിക്കെതിരെ സ്നേഹ സംസ്കാര മതിലുകൾ തീർക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. വർദ്ധിച്ചുവരുന്ന രാസലഹരികളെ നേരിടാൻ കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും സ്നേഹ സംസ്കാര മതിലുകൾ നിർമ്മിക്കുവാനും അങ്ങനെ ലഹരിക്കെതിരെ പോരാടുവാൻ സ്നേഹവിപ്ലവത്തിന് തയ്യാറായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ഓണ ക്യാമ്പിലാണ് വേറിട്ട ആശയം നടപ്പിലാക്കുന്നത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ലഹരിക്കെതിരെ കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും നടപ്പിലാക്കേണ്ട പ്രായോഗിക രീതികൾ കേഡറ്റുകളെ പരിചയപ്പെടുത്തി. കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങൾ വളർത്തുന്നതിന് ആഘോഷവേളകൾ നല്ലതാണെന്നും ലഹരിയെ തടയിടാൻ വായനയും എഴുത്തും കൂടി ശീലമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനാധ്യാപകൻ ജോഷി ജോർജ് സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഓഫീസർമാരായ സിറാജുദ്ദീൻ, ഷാജിന PM തുടങ്ങിയവർ പ്രസംഗിച്ചു. കേഡറ്റുകളായ അഞ്ജലി, അനുകൃഷ്ണ, ഹിബ, വേദ, നിഹാൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മേജർ PJ സ്റ്റൈജു കേഡറ്റുകൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ, നടത്തറ, മാടക്കത്തറ കർഷക ചന്തകൾ പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ്, ഇന്ദിരാ മോഹനൻ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബസിലിക്കയിൽ ബദിരമൂക കുട്ടികൾക്ക് വിപുലമായ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സർക്കാർ സംരംഭിച്ച നെല്ലിന്റെ പണം ഓണത്തിന് കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ച് കർഷക കോൺഗ്രസ് സെപ്റ്റംബർ 2 11 മണിക്ക് നടത്തും. പൂമല പറമ്പായിൽ കോൺഗ്രസ് കമ്മിറ്റി 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.